ഹൃദയം നല്ലൊരു കൃഷി സ്ഥലമാണ്. എന്ത് വേണമെങ്കിലും നമുക്കതിൽ നടാം. ദോഷം, വൈരാഗ്യം, പിണക്കം, വെറുപ്പ്, സ്നേഹം, സന്തോഷം, ആനന്ദം, നല്ലതും ചീത്തയും ഇതിനകത്ത് നമുക്ക് നടാം. എന്ത് നട്ടാലും അതിൻ്റെ ഫലം തരും. അപ്പോൾ എന്ത് നടണമെന്നും എന്ത് നടരുതെന്നും നമ്മുടെ കൃഷിസ്ഥലമായ ഹൃദയത്തെക്കുറിച്ച് നമ്മളെടുക്കുന്ന തീരുമാനമാണ്. എനിക്ക് 10 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ 10 സെൻറ്റ് ഭൂമിയിൽ വീട് വെച്ച് കഴിഞ്ഞ് ബാക്കി 2 ചെടി നടാനുള്ള സ്ഥലമുള്ളിടത്ത് എനിക്കൊരു ചെറിയ പ്ലാവോ ഒരു മാവോ നടാം. ഞാൻ ഒരിക്കലും അവിടെ കൊണ്ടുവന്ന് ഒരു ആല് നടാൻ ഒരിക്കലും ശ്രമിക്കില്ല. കാരണം എന്താണ്? അത് ഫലമില്ലാത്തതാണ്. അത് ഏറ്റവും ഒടുവിൽ അതിൻ്റെ വേരാഴത്തിൽ വന്ന് മതിലും കുത്തിമറിക്കും, വീടിൻ്റെ അടിത്തറകളും മാന്തിപ്പറിക്കും. അങ്ങനെ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും. പാഴ്മരമാണത്. എന്നാലൊരു മാവോ പ്ലാവോ വർഷത്തിൽ ഫലം കായ്ക്കും. അതൊരു നന്മയാണ്, അതൊരു അനുഗ്രഹമാണ്. അപ്പം ഇതുപോലെ നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ എന്ത് നടണമെന്ന്. അതുകൊണ്ട് ബൈബിളിൽ വായിക്കുന്നു, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, വഴിയറമ്പത്ത് വീണത് പറവജാതി കൊത്തിക്കൊണ്ടുപോയി, പാറസ്ഥലത്ത് വീണത് ഉണങ്ങിപ്പോയി, മുള്ളിനിടയിൽ വീണത് മുളച്ചു വളർന്നെങ്കിലും മുള്ള് ഈ ലോകത്തിൻ്റെ ധനം, ചിന്ത, അങ്ങനെയുള്ള കാര്യത്തിൽ ആകുല ചിന്തയിൽപ്പെട്ട് ഈ നല്ല വിത്തിൽ നിന്നും ഉണ്ടായി വന്ന നല്ല ചെടി ഉണങ്ങിപ്പോയി. മുള്ള് അതിനെ ചുറ്റി വരിഞ്ഞ് ഉണക്കിക്കളയും. എന്നാൽ നല്ല നിലത്ത് വീണതോ 100, 60, 30 മേനി വിളവ് കൊടുത്തു എന്ന്. അപ്പം ഇതുപോലെ നമ്മുടെ ഹൃദയം എന്ത് നമ്മൾ കൃഷി ഇടുന്നുവോ അതിൻ്റെ ഫലം തരും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും കയ്പ് മുളക്കരുത്, കയ്പിൻ്റെ വേര് മുളക്കരുത്. എന്നാൽ സ്നേഹം നമുക്ക് നടാൻ കഴിയും. യേശു ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഫലം കായ്ക്കും. ജോസഫ് ഫലപ്രദമായ വൃക്ഷം എന്ന് വായിക്കുന്ന പോലെ ഫലപ്രദമായ വൃക്ഷമായി ആർത്തു വളരാൻ ദൈവം അതിനുള്ള കൃപ നമുക്ക് നൽകും. യേശു കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം. ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ, ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ, ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണ
ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം മരുഭൂമിയിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ മരുഭൂമിയിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ ഇവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം നന്ദിയപ്പാ പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആയതിനാലും ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ. ശീമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്ന് അവൻ മറുത്തു പറഞ്ഞു. മഹാപുരോഹിതൻ്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതറുത്തവൻ്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു. ഉടനെ കോഴി കൂകി. 3 പ്രാവശ്യം യേശുവിനെ ഈ പത്രോസ് തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറയാന്ന് പറഞ്ഞാൽ ഞാൻ അവനെ അറിയുന്നില്ല, ഏതോ ഒരുത്തൻ, അതാരാണെന്നാവോ എന്ന് പറഞ്ഞ്, ഞാൻ നിനക്ക് വേണ്ടി ജീവൻ വെച്ച് കളയും, ഞാൻ നിന്നെ മാത്രമേ അനുഗമിക്കൂ, സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, നിനക്ക് മരണം ഭവിക്കരുതേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇതൊക്കെ പറഞ്ഞ അതേ വ്യക്തിയാണെന്ന് ഓർക്കണം. 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞു. അത് യേശു കാര്യമാക്കാത്തതിൻ്റെ കാരണം അവൻ്റെ ഹൃദയം കർത്താവിനെ അറിയാം. എന്നാൽ യൂദ എന്നൊരു വ്യക്തി, അവൻ ഒത്തിരി യേശുവിനെ തള്ളി പറയാൻ ഒരു പരിപാടിക്ക് നിന്നായിട്ട് കാണുന്നില്ല. അവൻ ആകെ ചെയ്തത് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു. ഒരു തെറ്റേ ചെയ്തത്. ഇതിപ്പോൾ പത്രോസ് ചെയ്തതുപോലെയുള്ള പരിപാടികളോ ഡയലോഗോ ഒന്നും യൂദ പറഞ്ഞിട്ടില്ല. എന്നാലും യേശുവിന് അവൻ്റെ ഹൃദയം അറിയാം, പത്രോസിൻ്റെ ഹൃദയം അറിയാം. കർത്താവ് നോക്കുന്നത് എത്ര അബദ്ധം പറ്റിയ ആളാണെന്നല്ല, ഹൃദയം എങ്ങനെയുണ്ടെന്നാണ്. ഹൃദയം എല്ലാറ്റിനേക്കാൾ കപടവും ദോഷവുമുള്ളത്. അതുകൊണ്ടാണ് ശമൂവേൽ
ഇശായിയുടെ ഭവനത്തിലേക്ക് തൈലക്കൊമ്പുമായി പോയപ്പോൾ 7 സഹോദരന്മാരെ മുമ്പിൽ ഏലിയാബ് മുതൽ താഴോട്ടുള്ള 7 പേരെ ഇശായി രാജാവാകാൻ വേണ്ടി മുമ്പിൽ നിർത്തിയപ്പോൾ ദൈവം പറഞ്ഞു, അവരുടെ പൊക്കവും വണ്ണവും നോക്കരുത്, ഞാൻ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ്. അങ്ങനെ ഹൃദയങ്ങളെ നോക്കിയപ്പോൾ 7 പേരും തള്ളപ്പെട്ടു പോയി. അപ്പോൾ ശമൂവേൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പനും അമ്മയ്ക്കും പറയാനുള്ള ഇനി ഒരുത്തനുണ്ട്, ആടിനെ മേയ്ക്കുകയാണ്. അവന് ഇതിനൊന്നും പറ്റിയതല്ല, അതിനുള്ള ക്വാളിറ്റിയോ ഗ്ലാമറോ അവനില്ല. ഒരാട്ടിടയെ ചെറുക്കൻ, ഇവരെ പോലുള്ള സ്റ്റാൻഡേർഡൊന്നും പറയാനില്ല. എന്നാൽ ദൈവം അവൻ്റെ ഹൃദയം കണ്ടു. കിന്നരം വായിച്ച് പാടി ദൈവത്തെ പുകഴ്ത്തുന്ന ദാവീദ്, കുഞ്ഞുപ്രായം മുതലേ ദൈവത്തിലുള്ള ആശ്രയമുള്ളവൻ. ദൈവത്തിന് അങ്ങനെയുള്ളവരെ രാജാവാക്കണം. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർ രാജകീയമായ അനുഭവത്തിൽ വരുമെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ആര്? ഈ ദാവീദ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യവും ഇതും തമ്മിൽ എന്താണ് ബന്ധം? ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്. 3 പ്രാവശ്യം പത്രോസ് തള്ളിപ്പറഞ്ഞിട്ടും ഈ പത്രോസിനെ കാണാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ ശേഷം ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം ചോദിച്ച് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാന്ന് പറഞ്ഞ് അവനെ കരുതുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ യൂദയെക്കുറിച്ച് പറഞ്ഞത് അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന്. എന്നാൽ പത്രോസ് ആദ്യമായി കണ്ട സമയത്ത് തന്നെ, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമേ. എന്നാൽ കർത്താവ് അവനെ വിട്ടില്ല, അവനെ കൂടെ കൂട്ടി. അവൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം വരുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് ശിമോനെ, കോഴി കൂകും മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളി പറയും. ആരെല്ലാം തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ല. നമ്മൾ എന്തെല്ലാം ഡയലോഗുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഞാൻ തന്നെ എന്തെല്ലാം ഡയലോഗുകളാണ് കർത്താവിനോടും മറ്റുള്ളവരോടും പറഞ്ഞത്. ഇതൊന്നും ചിലപ്പോൾ പാലിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സമ്മർദ്ദങ്ങളും സാഹചര്യങ്ങളും വന്നാലും നമ്മെ കൈവിട്ട് കളയുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിന് നമ്മുടെ ഹൃദയം അറിയാം. നമുക്ക് ഹൃദയത്തിൽ നന്മ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, എന്നാൽ ഇച്ഛിക്കാത്ത തിന്മ പെട്ടെന്ന് വരുന്നു. നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മളെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. അതിൻ്റെ പേരാണ് ബലഹീനത. എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പറഞ്ഞ വാക്കുകളിൽ അവസാനം വരെ നിൽക്കാൻ കഴിയുന്നില്ല. വാക്കുപാലിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള അനേക ബലഹീനതകൾ നമുക്കുണ്ടെങ്കിലും കൈവിട്ട് കളയാത്ത ഒരു കരുണാമയനായ ഒരു കർത്താവ് നമുക്കുണ്ട്. ഒരു നാളും ഞാൻ നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞത്, നിന്റെ ബലഹീന നേരങ്ങളിലും ഞാൻ നിന്നെ കൈവിടില്ല. നിന്റെ വിശ്വാസ വാക്കുകളുടെ മുൻപിലും ഞാൻ നിന്നെ മാനിക്കും. നിന്റെ അവിശ്വാസത്തിൻ്റെ സമയങ്ങളിലും ഞാൻ നിന്നെ കൈവിട്ട് കളയില്ല. ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ട്. നിങ്ങൾ പോയി ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ പോകുന്ന പോക്കിൽ പലതും സംഭവിക്കാം. ഈ യാത്രയുടെ തിരക്കിൽ പലതിലും വഴുതി വീഴാം, പല തെറ്റുകൾ സംഭവിക്കാം. പത്രോസ് തന്നെ യഹൂദന്മാരെ വരുന്നതിന് മുമ്പ് ജാതികളോട് തിന്നുകുടിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ പൗലോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നു. എന്നാൽ പൗലോസിനെ കണ്ടപ്പോൾ അവൻ ജാതികളിൽ നിന്ന് മാറി യഹൂദന്മാരോട് ചേർന്ന് നിന്നു. അപ്പോൾ പൗലോസ് ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ പത്രോസിനെ വഴക്ക് പറയുന്നുണ്ട്. നീ യഹൂദനായിരിക്കെ ജാതികളെ നീ യഹൂദ മര്യാദ എന്തിനാ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ശാസിക്കുമ്പോൾ അവിടെ മൗനമായി നിൽക്കുന്നൊരു പത്രോസിനെ കാണാം. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ തെറ്റുപറ്റിയവനാണ് പത്രോസ്. എന്നിട്ടും ദൈവം അവനെ ഒന്നാമനാക്കി. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തെറ്റുകൾ വരുമെന്ന് അറിഞ്ഞ് തന്നെയാണ് നമ്മെ തിരഞ്ഞെടുത്തത്. കുറ്റങ്ങൾ വരുമെന്ന് അറിഞ്ഞ് തന്നെയാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. വിവാഹ ജീവിതത്തിൽ
കുടുംബകാര്യങ്ങളിൽ, ജോലികളിൽ, ശുശ്രൂഷയിൽ. ജീവിതത്തിൽ 1000 വാക്ക് പറയുമ്പോൾ അതിൽ പകുതിയിലധികം തെറ്റുകൾ വരാം. വാക്കുകൾ പെരുകുന്നതിനനുസരിച്ച് ലംഘനങ്ങൾ വരാം. മിണ്ടാതിരിക്കുമ്പോൾ ഭോഷനെ പോലും ജ്ഞാനിയായിട്ട് എണ്ണുന്നു. മിണ്ടാതിരിക്കുന്ന കുറച്ച് നല്ലത്, കാരണം തെറ്റ് പറ്റില്ല. പണ്ടാരോ പറഞ്ഞ പോലെ ഏറ്റവും സുരക്ഷിതത്വം തറയെ കിടക്കുന്നതാണ്, അവിടെ നിന്ന് ഒരിക്കലും താഴെ വീഴില്ലെന്ന്. എന്നാൽ മുകളിൽ കിടക്കുന്നവർക്ക് വീഴ്ചയുണ്ട്. ഉയരങ്ങളിലോട്ട് പോകുന്തോറും വീഴ്ചയ്ക്ക് സാധ്യത കൂടുതലാണ്. കൂടുതൽ ഫലം കായ്ക്കുന്തോറും ഒരു മാവേൽ ഒരു മാങ്ങയാണെങ്കിൽ അധികം പേര് എറിയാനില്ല, 1-2 പേരേ ഉള്ളൂ. എന്നാൽ 1000 മാങ്ങ തൂങ്ങിക്കിടക്കുന്ന ഒരു മാവിൽ എറിയാൻ ഏത് വഴിയെ പോകുന്ന വല്യമ്മച്ചി ഒരു കമ്പെടുത്തൊരു എറിയും. ഒരിക്കലെറിയാത്തവരും എറിയും. കാരണം എന്താണ്? അത്രയും കായ്ച്ചു കിടക്കുകയാണ്. ഇതുപോലെ വളരെ പ്രശ്നങ്ങളും സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ ഇതെല്ലാം നമുക്കുണ്ടാകുമെന്ന് അറിഞ്ഞ് തന്നെയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. കർത്താവിനെ ആരംഭത്തിൽ തന്നെ അവസാനം അറിയാം. അതുകൊണ്ടാണ് നീ ബെറയോന ശീമോനാകുന്നു, നീ പത്രോസാകും. എങ്ങനെ പത്രോസാകും? വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും. ഒരു കുഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എത്രയോ പ്രാവശ്യം വീഴും. എത്ര വട്ടമാണ് വീഴുന്നത് എന്ന് കരുതി ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും പറയും, എൻ്റെ കുഞ്ഞ് ഒരിക്കലും വീഴണ്ടെന്ന് പറയും. ആ കുഞ്ഞിൻ്റെ വീഴ്ച കാണാനൊരു സന്തോഷമാണ്. കാരണം മാതാപിതാക്കൾക്കറിയാം ഈ വീഴ്ചയിൽ നിന്ന് എൻ്റെ മോള്, എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് വരും. അത് കഴിയുമ്പോൾ നടക്കാൻ തുടങ്ങും. വീഴ്ചയോട് നിൽക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വീഴ്ചയാണ്. നടക്കാൻ തുടങ്ങുമ്പോഴോ വീഴ്ചയുടെ എണ്ണം കൂടി. ഓടാൻ തുടങ്ങിയപ്പോഴോ ഭയങ്കരം. എന്തെല്ലാം മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങിയ പിന്നെ ഓടും. ഓടാൻ തുടങ്ങുമ്പോൾ അമ്മമാർ പുറകെ കിടന്ന്, അപ്പന്മാർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, അമ്മമാർ കിടന്ന് അനുഭവിക്കുന്ന ടെൻഷൻ. അപ്പന്മാർ ഇടക്കിടക്ക് 2 വഴക്ക് പറയും, ഒന്ന് വടിയെടുത്ത് വീശി കാണിക്കും. അമ്മമാർ കിടന്ന് വിഷമം. ഈ അമ്മമാർ ഇതുപോലെ ഇതിൻ്റെ പുറകെ ഓടുകയാണ്. അതൊരു സന്തോഷമാണ്. ആ പോകുന്ന വഴിക്ക് ഒരു വീഴ്ചയുണ്ട്, അത് ഓടിച്ചെന്ന് എടുക്കും, വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് വീഴും. ക്രിസ്തീയ ജീവിതത്തിലും ഇതെല്ലാം ഉണ്ട്. ഇത് ലോക ജീവിതത്തിലും ഒരു ശിശു വളരുമ്പോൾ മാത്രമല്ല, എല്ലാറ്റിലും വീഴ്ചയുണ്ട്. വീഴ്ചയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് വളർച്ചയില്ലെന്നാണ്. ഒരു കുഞ്ഞ് ജനിച്ചു, എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി, ഇന്ന് വരെ വീണിട്ടില്ലെന്ന് പറഞ്ഞാൽ പേടിക്കണം. കാരണം ആ കുഞ്ഞ് വലുതായി ഇനി വീണാൽ അപകടമാണ്. കാരണം വീഴാനറിയില്ല. വീഴാൻ പഠിക്കണം, എഴുന്നേക്കാനും പഠിക്കണം. വീഴാൻ പഠിച്ചവർക്ക്, എപ്പോഴും വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് എഴുന്നേക്കാനും അറിയാം. ഫുട്ബോൾ പോലെയുള്ള കളികളിൽ അതിനകത്ത് ട്രെയിനിങ്ങിലുള്ളതാണ്. എല്ലാ രീതിയിലും വീഴാൻ പഠിക്കണം. ഫൗൾ ചെയ്യുമ്പോൾ വീഴാൻ പഠിക്കണം. ഓടുമ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ വീഴാൻ പഠിക്കണം. ഏത് നിലയിലും വീഴാൻ പഠിക്കണം. എല്ലാവിധ ആയോധന കലകളിലും വീഴാൻ പഠിക്കണം. എങ്ങനെ വീണാലും എഴുന്നേറ്റ് വരുന്ന ഒരു പരിശീലനം അതിനകത്തുണ്ട്. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിലും വീഴ്ചകൾ വരും, എന്നാൽ എഴുന്നേറ്റ് വരും. ആരാണ് തോറ്റുപോയത്? ആരാണ് മുഴുവനായിട്ട് വിജയിച്ചത്? തോൽവികൾ മാത്രമുള്ളവരാണ് ഞാനും നിങ്ങളും. എന്നാൽ നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യം, അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കും. പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിക്കളഞ്ഞിട്ടും യേശു അവനെ കൈവിട്ട് കളഞ്ഞില്ല എന്ന് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് ഓരോ സുവിശേഷങ്ങൾ മുഴുവൻ വായിക്കുമ്പോഴറിയാം. അവന് പറ്റിയ അബദ്ധം അവൻ ഓർത്ത് കരഞ്ഞു. ഞാൻ എത്ര വാക്ക് പാലിച്ചതാണ്, എനിക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ എത്ര കാര്യം പറഞ്ഞതാണ്, ഞാൻ ഒരിക്കലും നിന്നെ തള്ളി പറയില്ലെന്നൊക്കെ പറഞ്ഞിട്ടും എല്ലാം പോയല്ലോ. ഇതാണ് മനുഷ്യ ജീവിതം. നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റാൻ കാരണം നമ്മൾ മനുഷ്യനായതുകൊണ്ടാണ്. നമ്മൾ ദൈവമല്ല, നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് തെറ്റുകൾ പറ്റട്ടെ, എന്നാൽ അത് ആവർത്തിക്കാതിരുന്നാൽ മതി. ജീവിതത്തിൽ പല തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിൽ നിന്ന് തിരിച്ചു വരണം. അതൊരു വലിയ ജയത്തിലേക്കായി മാറും. പത്രോസ് ഒന്നാമനായി മാറിയതുപോലെ ഇത് കേൾക്കുന്ന പലരെയും ജീവിതത്തിൽ
ഒന്നാം സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവരും. ഏറ്റവും കൂടുതൽ വീണ, ഏറ്റവും കൂടുതൽ തള്ളിപ്പറഞ്ഞ, ഏറ്റവും കൂടുതൽ പിന്മാറ്റത്തിൽ പോയ പത്രോസിനെ ഒന്നാമനായ പത്രോസ് എന്ന് എഴുതിയിരിക്കുന്നു. ഒന്നാം സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്നു. പെന്തക്കോസ്ത് നാളിൽ അവൻ ഒന്നാമത്. എവിടെ ചെന്നാലും അവൻ ഒന്നാമനായി മാറി. അതിൻ്റെ കാരണം അവൻ്റെ വീഴ്ചകളിൽ അവൻ ഒന്നാമനായിരുന്നു, മടങ്ങിവരവിലും അവൻ ഒന്നാമനായിരുന്നു. അതുകൊണ്ട് സംഭവിച്ച എല്ലാറ്റിൽ നിന്നും മടങ്ങി വരണം, കർത്താവിലോട്ട് മടങ്ങി വരണം. മടുത്ത് ഇല്ലാതെ ഇനി ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് ലോകത്തിലേക്ക് പോകരുത്. കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അതൊരു ജയമായി മാറും. പ്രാർത്ഥിക്കാം. യേശുവേ, ജീവിതത്തിൽ പലയിടത്തും വീഴ്ചകൾ പറ്റി മനസ്സുമടുത്തു പോയവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. മടങ്ങി വരാനുള്ളൊരു അവസരമായി ഈ വായിച്ച വേദഭാഗം കാരണമാകണം. ഏറ്റവും കൂടുതൽ തള്ളിപ്പറഞ്ഞ് ഏറ്റവും കൂടുതൽ കർത്താവിനെ വേദനിപ്പിച്ച പത്രോസ് മടങ്ങി വന്ന് ജീവിതത്തെ ക്രമപ്പെടുത്തി ഒന്നാമനായി തീർന്നതുപോലെ ഈ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയാക്കണം. ഇവരെ അനുഗ്രഹിക്കുന്നു. സകലത്തെയും നന്മയാക്കാൻ കഴിവുള്ളവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇവർ സൗഖ്യമാകട്ടെ, ബലപ്പെടട്ടെ, ഉയർച്ചകൾ പ്രാപിക്കട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ. ഇവർ ഒന്നാമരായിട്ട് മാറട്ടെ. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ വിശ്വാസ ജീവിതം സജീവമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നാളെ നമുക്ക് ഞായറാഴ്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് കടന്നു വരണം. തിങ്കളാഴ്ച മുതൽ വീണ്ടും ജീസസ് എവരി ഡേ കാണാം. ഗോഡ് ബ്ലെസ് യു.